അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ? നമുക്ക് അടിപൊളിയായിട്ടൊരു ബീഫ് റോസ്റ്റ് ചെയ്താലോ? ഓക്കേ, കമോ. അപ്പോൾ ഈ അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു 1/2 കപ്പ് അടുപ്പിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യണ്ട, കാരണം ബീഫ് വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 8 ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്കൊരു 1 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സവോള അരിഞ്ഞും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ നമ്മൾ വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. അത് ഞാൻ ഓൾറെഡി ബീഫ് കറിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ അര പെട്ടെന്നങ്ങ് ഡ്രൈ ആയി പോവും. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഗ്രേവി തന്നെ കിടന്നിട്ട് വേണം ഇത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കണം നല്ലപോലെ. ഇപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇവർ ആഡ് ചെയ്യുമ്പം ഒരു ലൈറ്റായിട്ടൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എളുപ്പം തേങ്ങ കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ അല്ലാതായാലും മതി, പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ കൂടുതൽ വെറൈറ്റി റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.